പാകിസ്ഥാൻ കരുതിയതിനേക്കാൾ വളരെ വളരെ ഭീമമായ തോതിലുള്ള പ്രത്യാക്രമണമാണ് നടന്നത്. പാകിസ്ഥാന്റെ 12 നഗരങ്ങളെ തീർച്ചയായും പൂർണ്ണമായി സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള കരനാവിക വ്യോമ സംയുക്ത ആക്രമണം സംഭവിച്ചു. ഇവിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് പോലും ബങ്കറുകളിൽ പോകേണ്ട അവസ്ഥ വരിക എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങളാണ് പാകിസ്ഥാനിൽ പല നഗരങ്ങളിലായി ആളുകൾ കേട്ടത്. ഏറിയൽ ബാറ്ററീസ് ഉപയോഗിക്കുന്നു എങ്കിൽ തന്നെ ലാഹോർ നഗരത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ചൈന നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എന്നതാണ് പറയുന്നത്. പക്ഷെ ഇന്ത്യ ഉപയോഗിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ വളരെ ദുർബലമായ പ്രതിരോധ സംവിധാനങ്ങളാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അതുകൊണ്ട് എങ്ങനെ നോക്കിയാലും പാകിസ്ഥാന് നാശനഷ്ടങ്ങളുടെ തോത് വളരെ കൂടുതലാണ്. ഫൈനൽ പിക്ചർ ഒരിക്കലും ഈ അടുത്ത സമയത്തേക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിൻ, അത് കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയ ഒരു മിസ് ഇൻഫർമേഷൻ ക്യാമ്പയിനാണ്. ഭാരതം സെലക്ട് ചെയ്ത് ആക്രമിച്ച തീവ്രവാദ ക്യാമ്പുകൾ മാത്രമാണ്. പക്ഷെ അവിടെ കൊല്ലപ്പെട്ടത് 40-ലധികം നിരപരാധികൾ കൊല്ലപ്പെട്ടു, സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതുപോലെ പാകിസ്ഥാൻ ഇനിയാണെങ്കിലും ജനവാസ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.